ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് പക്ഷികളെക്കുറിച്ചുള്ള സർവേ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ ആരംഭിച്ചു. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിൻ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, തട്ടേക്കാട് നാച്ചുറലിസ്റ്റ് അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് സർവേ നടക്കുന്നത്. ഫ്രോഗ് മൗത്തിനെ കാണാൻ സാധ്യതയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും സൂക്ഷ്മ നിരീക്ഷണം നടത്തും. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലെ ഫ്രോഗ് മൗത്തിന്റെ വിതരണം, എണ്ണം, കൂടുകൂട്ടൽ, പ്രജനനം തുടങ്ങിയവയെക്കുറിച്ചുള്ള സമഗ്ര പഠനമാണ് സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവേയുടെ ഭാഗമായി വനത്തിൽ നടത്തിയ പരിശോധനയിൽ തുടക്കത്തിൽ തന്നെ മാക്കാച്ചിക്കാടകളെ കാണാൻ കഴിഞ്ഞതോടെ സംഘാംഗങ്ങൾക്ക് ആവേശമായി. തട്ടേക്കാട് ഐബിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ സർവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിൻ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ വിഷ്ണുപ്രിയൻ കർത്ത അധ്യക്ഷത വഹിച്ചു. CNHS പ്രസിഡന്റ് ഡോക്ടർ KG ദിലീപ് സർവേ പ്രോട്ടോകോൾ അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ CT ഔസേബ് മുഖ്യ സംഘാടകനായി. പക്ഷികളുടെ പഠനം മാത്രമല്ല, പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം കൂടിയാണ് സർവേ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ഇടുക്കി വൈൽഡ് ലൈഫ് ഗാർഡൻ ജയചന്ദ്രൻ പറഞ്ഞു. 1983 രൂപീകൃതമായ തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ബേർഡാണ് ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് എന്ന് പറയുന്ന പക്ഷി. അപ്പം ആ പക്ഷിയെക്കുറിച്ച് നാളിതുവരെ നമ്മൾ ഒരു പ്രത്യേകമായിട്ടൊരു സ്റ്റഡികളോ അല്ല സർവേകളൊന്നും ഇതിലായിട്ടും തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയിൽ നമ്മൾ നടത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ പക്ഷികളുടെ എണ്ണം, ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്ന സ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സർവേയാണ് ഇപ്പോൾ നമ്മൾ 2 ദിവസങ്ങളായിട്ട് തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയിൽ നടക്കുന്നത്. ഇന്ന് നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് കൊച്ചിൻ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിലെ പ്രഗത്ഭരായ പക്ഷി നിരീക്ഷകരാണ് ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്നത്. ആ കൂടെ തന്നെ നമ്മുടെ വനം വകുപ്പിലെ തട്ടേക്കാടിലെ വനം വകുപ്പ് ജീവനക്കാരും കൂടാതെ തട്ടേക്കാട് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പക്ഷികളുടെ എണ്ണം അല്ലെങ്കിൽ പക്ഷികളുടെ അതിനെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം തന്നെയാണ്. കാരണം ഒരു ആവാസ വ്യവസ്ഥയുടെ മെച്ചപ്പെടൽ അല്ലെങ്കിൽ മോശമാകുന്നതൊക്കെ പ്രതിഫലിക്കുന്നത് ഈ പക്ഷികളുടെ എണ്ണങ്ങൾ, ആ പ്രദേശത്ത് കാണുന്ന പക്ഷികളുടെ എണ്ണം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഠനം, ഈ സർവേ എന്ന് പറയുന്നത് ഈ പക്ഷികളുടെ പഠനം മാത്രമല്ല, ഒരു പാരിസ്ഥിതികമായിട്ടുള്ള അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനം കൂടിയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇനി മുതൽ എല്ലാ വർഷവും തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ നിരീക്ഷണവും പഠനവും ഉണ്ടാക്കുന്നതിനാൽ മാക്കാച്ചിക്കാടകളുടെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും വ്യക്തമായി അറിയാൻ സാധിക്കുമെന്ന് തട്ടേക്കാട് പക്ഷിസങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ CT ഔസേബ് പറഞ്ഞു. ഫ്രോഗ് മൗത്ത് കാണാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളും പക്ഷിസങ്കേതത്തിന്റെ ഒരു സ്ഥലം പോലും വിടാതെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും പ്രത്യേക പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഫില്ല് ചെയ്ത് രാത്രിയിലൊക്കെ ലഭിക്കുന്ന കോളുകൾ റെക്കോർഡ് ചെയ്ത് അതിൽ നിന്നും നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്ത് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി അവർ തിരിച്ച് നമ്മുടെ ഡോർമെറ്റിലെത്തുകയും അവിടെ വെച്ചിട്ടുള്ള അതിൻ്റെ അവലോകനവും മറ്റു സംവിധാനങ്ങളും നമ്മൾ നടത്തി പിന്നീടാണ് ഈ സർവേ റിപ്പോർട്ട് തയ്യാറാക്കി തരുന്നത്. ഈ സർവേയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷിസങ്കേതത്തിലെ ഐക്കണിക് ബേർഡായിട്ടുള്ള സിലോൺ ഫ്രോഗ് മൗത്തിന്, അത് പഴയ പേരാണ്, ശ്രീലങ്ക ഫ്രോഗ് മൗത്ത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഫ്രോഗ് മൗത്തിൻ്റെ വിതരണം, നമ്പർ, പെയറിങ്, ബ്രീഡിങ്, നെസ്റ്റിങ്, അതുപോലെ തന്നെ ആ സീസണൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഈ പ്രവൃത്തികൾ. കാരണം പലപ്പോഴും നമ്മൾ കാണുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ബ്രീഡിങ് കാണുന്നു എന്നാണ് റെക്കോർഡ്സ് എല്ലാം ഉള്ളെങ്കിലും നമ്മുടെ ഇവിടെ അനുഭവത്തിൽ ഈ കഴിഞ്ഞ വർഷം ഈ സീസണിൽ തന്നെ സെപ്റ്റംബർ മാസത്തിലും ഒക്ടോബർ മാസത്തിലും ഇതിൻ്റെ നെസ്റ്റിങ്ങും കുഞ്ഞ് വിരിഞ്ഞ് പോകുന്നൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ച് സമഗ്ര പഠനവും ഡേറ്റയും നമുക്ക് ആവശ്യമാണ്. നിലവിൽ നമുക്കതങ്ങനെ ഇല്ല. അത് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഇനി മുതൽ എല്ലാ വർഷവും തുടർച്ചയായിട്ടുള്ള നിരീക്ഷണവും പഠനവും ഉണ്ടാകും. അതനുസരിച്ച് എണ്ണം കൂടുന്നോ കുറയുന്നോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയുള്ള ഒരു ബേസിക് സ്റ്റഡിയാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.